ഒരു കണ്ണാടിയിൽ എന്തിരിക്കുന്നു എന്നാണോ? പാലക്കാട് അടയ്ക്കാപുത്തൂർ ഗ്രാമം അറിയപ്പെടുന്നത് തന്നെ ഈ കണ്ണാടിയുടെ പേരിലാണ്. 2 വ്യാഴവട്ടം മുമ്പ് രാപ്പകലിനെ ബാലൻ മൂശാരി നടത്തിയ പരീക്ഷണങ്ങളാണ് ഒടുവിൽ വെട്ടിത്തിളങ്ങുന്ന ലോഹക്കണ്ണാടിയുടെ രൂപം പ്രാപിച്ചത്. പ്രചോദനമായത് സുഹൃത്തായ രാമൻ നമ്പൂതിരിയും. അങ്ങനെ ആറന്മുള കണ്ണാടിയെ രൂപത്തിലും ഗുണമേന്മയിലും വെല്ലുന്ന അടയ്ക്കാപുത്തൂർ കണ്ണാടി രൂപം കൊണ്ടു. ബാലൻ മൂശാരിയുടെ കാലശേഷം മകൻ കുമാരൻ കണ്ണാടി നിർമ്മാണം കുലത്തൊഴിലായി സ്വീകരിച്ചു. കണ്ണാടിയുടെ നിർമ്മാണ രീതി ആറന്മുള കണ്ണാടിയുടേതുപോലെ രഹസ്യം. 5000 രൂപ മുതൽ 30,000 രൂപ വരെയാണ് അടയ്ക്കാപുത്തൂർ കണ്ണാടിയുടെ വിപണി വില. പെരുമ കേട്ടറിഞ്ഞ് അടയ്ക്കാപുത്തൂരേക്ക് എത്തുന്നവർക്ക് പോലും കണ്ണാടി നിർമ്മിച്ചു നൽകാൻ കുമാരന് സമയം തികയുന്നില്ല. അടയ്ക്കാപുത്തൂർ കണ്ണാടിയെ വ്യവസായമായി വളർത്തണമെന്ന ആഗ്രഹവും കുമാരനുണ്ട്. വ്യവസായമായിട്ട് വളർത്തിയെടുക്കുന്ന മോഹമൊക്കെ ഉണ്ട്, പക്ഷേ അതിന് പറ്റിയ പണിക്കാരെ കിട്ടില്ല. അതായത് ഇത് ആദ്യം തന്നെ ഒരാളെ കിട്ടണമെന്ന് വെച്ചാൽ തുടക്കം മുതൽ പഠിപ്പിച്ചെടുക്കണം. ഒരു 2 വർഷമൊക്കെ വേണം ഇതൊന്ന് പഠിച്ചെടുക്കാൻ തന്നെ. അപ്പോൾ അപ്പോഴേക്കും ഇത് നിൽക്കില്ല ഒന്നും. അതായത് ഒന്നാമത് ഇന്നത്തെ തലമുറയ്ക്ക് ഇത് പഠിക്കാനുള്ള താല്പര്യമില്ല. അവർ ഒക്കെ ഇങ്ങനെ കുത്തിപ്പിടിച്ചിരുന്ന് പണിയെടുക്കുക പറയുമ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ആർക്കും താല്പര്യമില്ല, ആളെ കിട്ടില്ല. അതുകൊണ്ടാണ് ഇത് ഒന്നാമത് കൂടുതൽ വലുതാക്കാൻ സാധിക്കാത്തത്. TV ന്യൂസ് പാലക്കാട്.